നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ചില ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതിലൊരു നമ്പർ സെലക്ട് ചെയ്യുക. ഇത് ഡിവൈൻ നമ്പറുകളാണ്, ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി തുടക്കമിടുമ്പോൾ എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിനൊരു മറുപടിയായിട്ട് ഇതിനെ കണക്കാക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇതിലൊരു നമ്പർ സെലക്ട് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പറിന് അനുസൃതമായിട്ടുള്ള ഒരു സൂചനയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇതേപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ നിങ്ങൾ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഒന്നുകിൽ ആകർഷിച്ചെടുത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഷയും നിങ്ങളുടെ ഉപബോധ മനസ്സിലും ആ ചിന്തകളായിരിക്കും, ആ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പറയുകയാണ് എനിക്ക് കഷ്ടപ്പാടാണ്, വയ്യ, എനിക്ക് രോഗമാണ്, ജോലി ചെയ്യാൻ വയ്യ, ഇങ്ങനെ ഒരു ചിന്ത മാത്രമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ഉടനീളം ആ ഒരു ചിന്ത തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് വയ്യാതാവുന്ന ആ ഒരു കാഴ്ച കാണാം. അതിന് പകരം നിങ്ങൾക്ക് ഇപ്പം രോഗമില്ല, നിങ്ങൾക്ക് ആയുസ്സുള്ള കാലം നല്ല ഊർജ്ജസ്വലതയോടുകൂടി ജോലി ചെയ്യും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഞാൻ പ്രേമിക്കും, വിവാഹം കഴിക്കും, പുസ്തകം എഴുതും, അല്ലെങ്കിൽ ഞാൻ വലിയ പരീക്ഷണം നടത്തും, ഞാൻ ജോലിയിൽ വിജയിക്കും, അതുപോലെ പുതിയ ഉദ്യോഗം നേടാനായിട്ട് എനിക്ക് സാധിക്കും, പരീക്ഷയിൽ എനിക്ക് നല്ല വിജയം തന്നെ നേടും, എൻ്റെ വീട്ടുകാരെ എനിക്ക് നന്നായിട്ട് നോക്കാനാകും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. ഇങ്ങനെ ഒരു എനർജിയോട് കൂടി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യും. അത് നിങ്ങളെ ഒരു വിജയിയാക്കി മാറ്റി നിങ്ങൾ സ്വയം നിങ്ങളെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരുക്കമാകും. അതാണ് താമസിയാതെ തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ മനസ്സിലുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ കഴിവതും ഒഴിവാക്കുക. മറ്റൊരാളോടുള്ള ഒരു അസൂയ അല്ലെങ്കിൽ വെറുപ്പ്, ദേഷ്യം ഇവയൊക്കെ കൊണ്ട് നടക്കുമ്പോഴും നമ്മുടെ മനസ്സിനൊരു ഭാരമാണ്. അത് നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി വളരെ താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും ഹൈ ഫ്രീക്വൻസിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്ത നമ്പറിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. പൈൽ 1 കാണിച്ചിട്ടുള്ള 111 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ജയമാകുമെന്നാണ്. ഇനി ഈ സംഖ്യ തിരഞ്ഞെടുത്ത നിങ്ങൾ 111 എന്ന ഒരു സംഖ്യയോ അല്ലെങ്കിൽ 1111 എന്ന സംഖ്യയോ എവിടെയെങ്കിലും ദർശിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വാഹനങ്ങളുടെ നമ്പറായിട്ടോ അല്ലെങ്കിൽ ക്ലോക്കിലെ ഒരു ടൈമായിട്ടോ മൊബൈലിലോ നിങ്ങൾക്ക് വന്ന മെസ്സേജിലോ ഇതിലേതെങ്കിലും നിങ്ങൾ ഈ ഒരു സംഖ്യകൾ ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 111 അല്ലെങ്കിൽ 1111 അത് നിങ്ങൾക്ക് വളരെ ഭാഗ്യ നമ്പറായിട്ട് തന്നെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി ശരിയാണെന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉറപ്പിക്കാനായിട്ടാണ് ഈ ഒരു നമ്പർ തന്നെ നിങ്ങൾക്ക് സെലക്റ്റായി വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പ്രകാരമാണ് നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം, അത് വ്യാകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല, വളരെ ശരിയാണ് എന്നാണ് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തന്നെ. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആ കാര്യത്തിനായിട്ട് ആക്ഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാനായിട്ട് വഴിയിൽ നിൽക്കുന്നവർക്ക് ആർക്കും കഴിയുകയില്ല. ആരുടെയും ഗൂഢപ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ പാത്രമാക്കാനും കഴിയുകയില്ല. ഇത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ശത്രുക്കളെയൊക്കെ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഫാമിലിക്കും വളരെയധികം ക്ഷേമം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് കാണുവാനായിട്ടുള്ള സാധ്യത ഇനിയുമുണ്ട്. അടുത്തതായി 222 എന്ന നമ്പറാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിറയെ ആകുലതകളാണ്. അപ്പോൾ ഈ ആകുലതകൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നില്ല. പക്ഷേ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നല്ല ശുഭ സൂചനയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. നിങ്ങൾ അതുവഴി മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. 222 എന്ന നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തു. ഈ ഒരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും റിപ്പീറ്റായിട്ട് കാണാനിടയാവുകയോ അതല്ലെങ്കിൽ 2222 എന്ന ഒരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ദർശിക്കാനിട വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ആകുലതകളെല്ലാം അടങ്ങിയെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു നമ്പർ കാണാനിടയാവുന്നതെങ്കിൽ
നിങ്ങളോട് പറയുകയാണ്, പ്രപഞ്ചശക്തി തന്നെ നിങ്ങളോട് പറയുകയാണ്, സ്റ്റോപ്പ് വറിയിങ്. നിങ്ങളുടെ വ്യാകുലതകളെല്ലാം അവസാനിപ്പിക്കൂ. നിങ്ങളുടെ നിരാശയിൽ നിന്ന് നിങ്ങൾ മുക്തനാവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ അറുതിയാവുകയാണ്. ഈശ്വരൻ തന്നെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈശ്വരൻ തന്നെ പല വ്യക്തികളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വളരെ പ്രതീക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ആക്ഷൻ എടുക്കുന്നതിൽ യാതൊരുവിധ താമസവും വേണ്ട എന്നാണ് നിങ്ങളോട് പറയുന്നത്. അടുത്തതായി 333 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ സൂചനകളിലേക്ക് പോകാം. എപ്പോഴൊക്കെ ഈ ഒരു ഡിവൈൻ നമ്പർ നിങ്ങൾ കാണാനിടയായോ അപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നല്ലൊരു പ്രൊട്ടക്ഷനിലാണ്. നിങ്ങൾക്ക് കാവലായിട്ട് ഈശ്വരനുണ്ട്. അദ്ദേഹത്തിൻ്റെ അദൃശ്യ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നുമുണ്ട്. ഒരു ആശങ്കകളും വേണ്ട, എല്ലാം അകറ്റി നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാം. നിങ്ങൾ ഭയപ്പെടാതെ തന്നെ പോവുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കുക. മനസ്സിന് താമസിക്കാനുള്ള ഒരു വീടാണ് നമ്മുടെ ശരീരം. മനസ്സിന് സുഖമില്ലാതായാൽ നമ്മുടെ ശരീരത്തിനും സുഖമില്ലാതാകും. ഇത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളും സംഭവിക്കാം. ഇനിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. ആത്മധൈര്യം ഒരിക്കലും കൈവിടരുത്. എല്ലാം ശുഭമായിട്ട് തന്നെ വരും. താങ്കളൊരു ശുദ്ധഗതിക്കാരനാണ്. താങ്കൾക്ക് എത്ര ചതി പറ്റിയാലും മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഈശ്വരൻ പല സാഹചര്യങ്ങളിലും രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. 333 എന്ന ഒരു നമ്പറിനെ നിങ്ങളിവിടെ തിരഞ്ഞെടുത്തു. 333 അല്ലെങ്കിൽ 3333 എന്ന നമ്പർ ഇനിയും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി തീവ്രമായിട്ടുള്ളൊരു ഫീലിംഗ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനെ വിശ്വസിക്കുക. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. ആഗ്രഹപൂർത്തീകരണത്തിനായി തീവ്രമായിട്ട് ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരോടും നന്ദിയുള്ളവരാകട്ടെ. വെറുപ്പ് മനസ്സിൽ വെക്കാതെ മറ്റുള്ളവരോട് പുറത്തു കൊടുക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു നല്ല വ്യക്തിയായി തീരട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.